നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. JDS എംപിയും ഹാസനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വീഡിയോകളെക്കുറിച്ച് BJP നേതാക്കൾ നേരത്തെ അറിഞ്ഞിരുന്നതായി റിപ്പോർട്ട്. പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട ലൈംഗിക വീഡിയോകളെ സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപേ കർണാടകയിലെ BJP നേതാവ് പാർട്ടി സംസ്ഥാന അധ്യക്ഷന് കത്ത് നൽകിയിരുന്നു. 3000-ഓളം വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഹാസനിൽ JDSന് സീറ്റ് നൽകിയാൽ ഇത് തിരിച്ചടിയാകുമെന്നുമാണ് BJP നേതാവായ ദേവരാജ ഗൗഡ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയ്ക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഇത് ദേശീയ തലത്തിൽ പോലും BJPയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും 2023 ഡിസംബർ 8-ാം തീയതി നൽകിയ കത്തിൽ പറയുന്നുണ്ട്. തനിക്ക് ലഭിച്ച പെൻഡ്രൈവിൽ ആകെ 2976 വീഡിയോകളുണ്ടെന്നാണ് ദേവരാജ ഗൗഡ കത്തിൽ അവകാശപ്പെട്ടിരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളടക്കമുള്ളവരുമായി പ്രജ്വൽ രേവണ്ണ ലൈംഗിക വീഴ്ചയിലേർപ്പെടുന്ന ദൃശ്യങ്ങളാണിത്. ഈ വീഡിയോകൾ സൂക്ഷിച്ചു വെച്ച് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി വീണ്ടും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പ്രജ്വൽ രേവണ്ണ നിർബന്ധിച്ചിരുന്നതായും ദേവരാജ ഗൗഡ ആരോപിച്ചിരുന്നു. HD ദേവഗൌഡയുടെ കുടുംബത്തിലുള്ള JDS നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലവിലുള്ളത്. ഈ വീഡിയോകളും ഫോട്ടോകളും അടങ്ങിയ പെൻഡ്രൈവ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും കിട്ടിയിട്ടുണ്ട്. വീഡിയോകൾ പ്രചരിച്ചതോടെ സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ കർണാടക സർക്കാർ നിയോഗിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വീട്ടുജോലിക്കാരിയായ 47-കാരി പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവ് HD രേവണ്ണയ്ക്കുമെതിരെ പീഡന പരാതി നൽകിയത്. MLA ആയ HD രേവണ്ണയും MP ആയ മകൻ പ്രജ്വൽ രേവണ്ണയും ലൈംഗികമായി ഉപദ്രവിച്ചെന്നായിരുന്നു വീട്ടുജോലിക്കാരിയുടെ ആരോപണം. തുടർന്ന് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ജോലിക്ക് ചേർന്ന 4 മാസത്തിന് ശേഷം HD രേവണ്ണ ലൈംഗികമായി ഉപദ്രവിച്ചെന്നായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം. വീട്ടിലാകെ 6 ജോലിക്കാരുണ്ടായിരുന്നു. രേവണ്ണ ഇവരെ എല്ലായ്പ്പോഴും മുറിയിലേക്ക് വിളിപ്പിക്കും. ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് സ്റ്റോർ റൂമിലേക്കടക്കം വനിതാ ജോലിക്കാരെ വിളിപ്പിച്ചിരുന്നു. തുടർന്ന് ശരീരത്തിൽ മോശം രീതിയിൽ സ്പർശിച്ചു. സാരിയുടെ പിന്നഴിച്ചുമാറ്റി ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നതായും പരാതിക്കാരി ആരോപിച്ചിരുന്നു. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോകൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നാണ് പ്രജ്വലിന്റെ അവകാശവാദം. സംഭവത്തിൽ പ്രജ്വൽ രേവണ്ണയും പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്.